നമസ്കാരം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യരുത്. അത് ശിവകോപത്തിന് കാരണമാകും തീർച്ച. മറ്റുള്ളവർക്ക്, അത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും, അവരുടെ നാശത്തിനായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതായത്, ഭഗവാനെ അവൻ അനുഭവിക്കണേ, ചെയ്ത തെറ്റിന് അവന് കിട്ടണേ എന്ന രീതിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതായത്, മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് ഭഗവാൻ നൽകും. ശിവക്ഷേത്രത്തിൽ നിന്നല്ല ഒരിടത്തും ഈ തെറ്റ് ആവർത്തിക്കരുത്. അടുത്തത്, നാം ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നേരാറുണ്ട്. ശിവക്ഷേത്രത്തിൽ നാം നേർന്ന വഴിപാട് ഒരു കാരണവശാലും പുറത്തു പറയരുത്. അത് നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരോടാണെങ്കിലും, ഞാൻ ഇന്ന വഴിപാട് ശിവന് നേർന്നിട്ടുണ്ട്, അതിൻ്റെ ഫലം എനിക്ക് ഉടനെ കിട്ടും എന്നുള്ള രീതിയിൽ ആരോടും പറയാൻ പാടില്ല. കാരണം അത് കാര്യസിദ്ധി തടസ്സമുണ്ടാക്കും. ഇത് ഭഗവാനും നിങ്ങൾക്കുമിടയിലുള്ള കാര്യമായി തന്നെ തുടരണം. ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം ഭഗവാനെ തൊഴുന്നവരുണ്ട്. എന്നാൽ നന്ദി പ്രതിഷ്ഠയെ പ്രാർത്ഥിച്ച ശേഷം മാത്രം ശിവനെ തൊഴുക. അതുപോലെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത് നടത്തിത്തരും, ഇത് നടക്കും എന്ന രീതിയിൽ പ്രാർത്ഥനയെ അരുത്. ശിവക്ഷേത്ര ദർശന പുണ്യം ലഭിക്കാൻ ശരീരശുദ്ധി മാത്രം പോരാ, മനഃശുദ്ധി വേണം. ദേഷ്യവും വെറുപ്പും ഒന്നും തന്നെ വെച്ച് ശിവക്ഷേത്ര ദർശനം നടത്തരുത്. സംശയത്തോടെ ശിവനെ തൊഴാൻ പോകരുത്. പ്രാർത്ഥിച്ച് നടക്കുവോ എന്ന രീതിയിലല്ല, നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അഥവാ പ്രാർത്ഥിച്ച കാര്യം നടന്നില്ലെങ്കിൽ പഴിച്ചുകൊണ്ടുള്ള രീതിയിൽ സംസാരവും അരുത്. അതിലും നല്ലത് ഭഗവാൻ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്.